ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്ഥലം വരെ പോയിരുന്നു. ഞങ്ങൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് നമ്മളുടെ കലൂര് വനിതാ ഫെയർ എന്നും പറഞ്ഞിട്ടൊരു പരിപാടി എല്ലാ വർഷവും ഉണ്ടാവും ഓണത്തിന്. അത് കാണാനായിട്ട് ഞാനും എൻ്റെ പിള്ളേരും ഒക്കെ ആയിട്ട് പോയിരുന്നു. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട്, ഞാനതെല്ലാം ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മുടെ എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിലാണ്. എറണാകുളത്തുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും. നല്ലതാണ്, ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നമുക്ക്. നല്ല ചെടികളൊക്കെ ഉണ്ട്, ഹാൻഡ്ലൂം ഡ്രസ്സുകളുണ്ട്, സ്വീറ്റ്സൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് ഓടിക്കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്നു കുട്ടികൾ. പിന്നെന്താ, കാറ് സെയിലുണ്ട്. വണ്ടികളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം. 50 രൂപയായിരുന്നു ടിക്കറ്റ് കേട്ടോ. പിന്നെ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റൂമിലൊക്കെ വെക്കേണ്ട അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. ഡിസൈൻസ് കണ്ട, റൂമൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതാ കണ്ട, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. നല്ല മണി പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ പോയി കാണുക. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ്. നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ഒന്നൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ അല്ലേ, കുട്ടികൾക്കൊരു സന്തോഷമല്ലേ. അപ്പം ഞാനത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇട്ടത് കേട്ടോ. പിന്നെ എന്താ, ഈ ഹിന്ദിക്കാരുടെ സ്വീറ്റ്സ്, ചെറിയ ചെറിയ മിഠായികൾ, അലുവ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചൊക്കെ വാങ്ങിച്ചു. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ഇടാൻ കേട്ടോ. പപ്പടം പല വെറൈറ്റിയിലെ ചെറിയ ചെറിയ പപ്പടങ്ങളില്ലേ, മസാല പപ്പടം, പിന്നെ ഈ വെളുത്തുള്ളിയുടെ ഗാർലിക് പപ്പടം, അങ്ങനെ പലതരത്തിലുള്ള പപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്വീറ്റ്സാണ് കേട്ടോ. ഈ സ്വീറ്റ്സൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാനതൊന്നും വാങ്ങിച്ചില്ല, പപ്പടം വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഷേലാണ്. പിന്നെ കൊച്ചിന് കുറച്ച് ഉടുപ്പ് മേടിച്ച്, ക്രോഷ്യോ കൈ കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തില്ലേ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ. ഇതൊക്കെ അത്ര വലിയ, ഈ ഉടുപ്പിനൊക്കെ 500 രൂപ, 250 രൂപ ചെറിയതിനൊക്കെ കേട്ടോ. വലുതിനൊക്കെ വില കൂടുതലാണ്. അപ്പം ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങളൊരു സ്കേർട്ടും ടോപ്പും വാങ്ങിച്ചു, ഈ ക്രോഷ്യോയുടെ. ഇത് ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഈ ഒരു കോല് പോലത്തെ സാധനം വെച്ചത് തുന്നണത്. അവർ ഫുൾ ടൈം, അവർ ഫ്രീ ടൈമൊന്നും വെറുതെ ഇരിക്കില്ല. അപ്പോൾ നോഹമോൾക്ക് ഇതുപോലെ ഒരു സ്കേർട്ടൊക്കെ വാങ്ങിച്ചു. അതിനൊരു മാച്ച് ചെയ്തൊരു ടോപ്പും യെല്ലോ കളറിൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ പോയി കാണണം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെയൊക്കെ വരുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുന്നുണ്ടല്ലോ അല്ലേ. അതല്ലേ നമുക്കൊരു സന്തോഷം. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് നമുക്കൊന്ന് പുറത്തു പോകാൻ ഇടക്ക് ഇതുപോലെയൊക്കെ കുട്ടികളെ കൊണ്ട് കാണുക. എപ്പോഴും പിള്ളേർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു ബോറടിയാണ് അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിലൊക്കെയാണ് ഞങ്ങൾ കയറി ഭക്ഷണമൊക്കെ കഴിച്ച്, മോമോസൊക്കെ കഴിച്ച്, പിന്നെ വേറെ എന്തോ സാൻഡ്വിച്ച്, ഇതൊക്കെ കഴിച്ച്, എല്ലാം ഈ ക്രീമി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ കഴിച്ചു. കുട്ടികൾക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ തിരിച്ചു പോന്നു ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബായ്.